ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിളായിട്ടൊരു കാര്യമാണ്. നമ്മൾ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കൊണ്ട് കുറേ കാര്യങ്ങൾ, അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു സാധനം പൊതുവെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനേക്കാളും വ്യത്യസ്തരമായ ഒരുപാട് ഉപയോഗങ്ങൾക്ക് നമ്മൾക്ക് ആ ഒരു ഐറ്റം ഉപയോഗിക്കാം. ആ ഐറ്റം എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യം വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയാണ് ആ വെറൈറ്റി ടിപ്സുകളെന്ന് നോക്കാം. നേരിട്ട് വീഡിയോ ഇട്ടിറങ്ങാം. അപ്പോൾ ഇതാണ് ആ ഒരു കിടലൻ ഐറ്റം. അപ്പോൾ ഒട്ടുമിക്ക പേരുടെ വീട്ടിലും ഉള്ള ഒരു ഐറ്റം തന്നെയാണ് വിനീഗർ. അതായത് സാധാ വൈറ്റ് വിനീഗറാണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു വൈറ്റ് വിനീഗർ എന്ന് പറയുന്നത്. വലിയ വിലയൊന്നുമില്ല, ഒരു 40 രൂപ വിലയേ ഉള്ളൂ ഈ ഒരു ബോട്ടിലിന്. പക്ഷെ നമ്മൾക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബോട്ടിൽ വിനീഗർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ടിപ്പ് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. അപ്പോൾ ആ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ തെർമലിൻ്റെ വാട്ടർ ബോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം നിറച്ച് വെക്കുന്നതുകൊണ്ട് ഇതിനകത്ത് നല്ല രീതിയിൽ അഴുക്ക് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട് ഈ അടിഭാഗത്ത്. അതുപോലെ തന്നെ നല്ല ബാഡ് സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരൊറ്റ സാധനം മാത്രം മതി. അപ്പോൾ ഇതുപോലുള്ള വാട്ടർ ബോട്ടിലുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഹൈജീനിക് ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരാഴ്ചയിൽ 2-3 തവണയെങ്കിലും ഇതുപോലെ കുറച്ച് വിനീഗർ കുറച്ച് നേരം വെക്കുക. ഇപ്പോൾ കുട്ടികൾ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടിപ്പ് ചെയ്യണം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നല്ല രീതിയിൽ അഴുക്കുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. വിനീഗർ മാത്രം ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഉപ്പും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ആക്കുന്ന സമയത്ത് കട്ടി പിടിച്ച അഴുക്കെല്ലാം ഈസി ആയിട്ട് പോകുന്നതാണ്. നമ്മൾ വൈകിട്ട് ചെയ്ത് വെക്കുക. രാവിലെ തുറന്നിട്ട് ഈ മിക്സ് കളയുക. അതിനുശേഷം നിങ്ങൾ നല്ല രീതിയിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ പുതിയ കുപ്പി നമ്മൾ വാങ്ങിയതുപോലെ ഉപയോഗിക്കാൻ പറ്റും. യാതൊരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വിനീഗർ വെച്ച് അടുത്ത ഒരു വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ പല സാധനങ്ങളും വെക്കാറുണ്ട്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, അതുപോലെ പച്ചക്കറി, പാല്, തൈര് തുടങ്ങിയ എല്ലാ ഐറ്റം വെക്കുന്നുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മിക്സ് ആയിട്ടുള്ളൊരു സ്മെല്ല് വരും. പ്രത്യേകിച്ച് നമ്മൾ ഫ്രീസറിൽ നോൺ വെജ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്മെല്ല് ഉണ്ടാവും. എയർ അതിനകത്ത് മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒന്നിൽ ബാഡ് സ്മെല്ല് നമുക്ക് എല്ലാ സാധനങ്ങളിലോട്ടും ആവാനുള്ള സാധ്യതയുണ്ട്. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. കുറച്ച് വിനീഗർ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലുണ്ടാവുന്ന ആ ബാഡ് സ്മെല്ല് ഈസി ആയിട്ട് പോകുന്നതാണ്. ഏത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് സൂക്ഷിക്കാം. എപ്പോഴും ഫ്രഷ് ആയിരിക്കും. വല്ലപ്പോഴും ഒരു തവണ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് എന്തെല്ലാം സാധനങ്ങൾ വെച്ചാലും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു മണം വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രിഡ്ജിൽ മറ്റുള്ള ടിപ്സുകൾ പരീക്ഷിച്ചിട്ട് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷണം എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് അറിയാത്തവർ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ യൂസ്ഫുള്ളായ ഒരു കാര്യമാണ്. ഇനി അടുത്ത ഒരു യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. നമ്മളിതുപോലെ എല്ലാവരുടെ വീട്ടിലും ഹോട്ട് പോട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഒരു ആഴ്ചയിൽ 1-2 തവണയൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എത്രയൊക്കെ വാഷ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചാലും ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ, ഇത്ര വലിയ പാത്രം വേണമെന്നില്ല കേട്ടോ, ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളൂ, ഇതുപോലെ വിനീഗർ ആക്കിയതിന് ശേഷം നിങ്ങൾ ക്ലോസ് ചെയ്ത് വെക്കുക. എത്ര ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും നമുക്കിതിനകത്ത് നിന്ന് യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. അപ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മതി. ഒരുപാട് ക്വാണ്ടിറ്റി ആയി കഴിഞ്ഞാൽ വിനീഗറിൻ്റെ ഒരു സ്മെല്ല് വളരെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എല്ലാം സൊല്യൂഷൻ വെച്ച് കഴുകിയാലും ബാഡ് സ്മെല്ല് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു സിമ്പിൾ ടിപ്പാണ്. നമ്മൾക്ക് ഇതുപോലെ സ്റ്റീലിൻ്റെ ടാപ്പെല്ലാം കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു എണ്ണയുടെ മയം ഉണ്ടാവും. പിന്നെ കളറ് ചെറുതായിട്ട് മങ്ങലുണ്ടാവും. പല കറകൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനും നമുക്ക് വിനീഗർ എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ കറകൾ മുഴുവനും പോകുന്നതാണ്. പ്രത്യേകിച്ചിട്ട് നമുക്ക് ഒരു സൊല്യൂഷനോ സോപ്പിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ
നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ സമയത്തുള്ള അതേ കളർ ഉണ്ടാവും വാട്ടർ ടാപ്പിന്. പ്രത്യേകിച്ചിട്ട് ബാത്റൂമിലൊക്കെയുള്ള ടാപ്പുകൾക്ക് പെട്ടെന്ന് കളറ് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. സോപ്പും എണ്ണ തുടങ്ങിയ സാധനങ്ങൾ കൂടുതൽ തട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് നോക്കിയേ നല്ല രീതിയിലുള്ള ഷൈനിങ് ഉണ്ടാവും, കറകൾ ഈസി ആയിട്ട് പോകുന്നതാണ്. എത്ര പഴയ ടാപ്പാണെങ്കിലും നമുക്ക് പുതിയതുപോലെ കാലങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും. വിനീഗറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 95% വെള്ളവും ഒരു 5% അസിഡിക് ആസിഡുമാണ്. ആ ഒരു ആസിഡാണ് നമുക്ക് ഇത്രയും സാധനങ്ങളെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം വെച്ച് ക്ലീൻ ചെയ്ത് ഒരിക്കലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു സാധനം ക്ലിയർ ആവില്ല. അതുപോലെ നമുക്ക് വീട്ടിലെ ഏത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് വിനീഗർ വെച്ച് ക്ലീൻ ചെയ്യാം. ഇതുപോലുള്ള കറകളെല്ലാം ഈ വിനീഗറും തൊട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ എത്ര അഴുക്ക് പിടിച്ച സ്ഥലങ്ങളാണെങ്കിലും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാം. പുതിയ ഫ്രിഡ്ജ് പോലെ തിളങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതി ചെയ്യുക. അപ്പോൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഈ ഉപകരണങ്ങൾ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പാണ്. കേരളത്തിൽ എല്ലാവരും ഡെയിലി അരി ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ അരികളിൽ ഉണ്ടാകുന്ന പ്രാണികൾ പെട്ടെന്ന് കളയാൻ ഈ ഒരു സാധനം വളരെ ഉപകാരപ്പെടുന്നതാണ്. എന്നിട്ടിൽ ഉറുമ്പ് ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ച് വെച്ചാലും അതിൽ പ്രാണി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രാണികളെ ഒഴിവാക്കാനും നമുക്ക് കുറച്ച് വിനീഗർ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അരികളിലാണെങ്കിലും അല്ലെങ്കിൽ വലിയ പാത്രങ്ങളിൽ സൂക്ഷിക്കുന്ന അരികളിലാണെങ്കിലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കതിലെ പ്രാണികൾ പോകുന്നതാണ്. നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും അത് മൊത്തമായിട്ടൊന്ന് പുറത്തോട്ട് പോകുന്നതിന്. ഇത് സെക്കൻഡുകൾ കൊണ്ട് നമുക്കിതിലുള്ള പ്രാണികൾ പുറത്തോട്ട് പോകുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾക്ക് കുറച്ച് പഴയ വീടുകളൊക്കെ ആണെങ്കിൽ സ്വിച്ച് ബോർഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൽ കറകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എണ്ണയുടെ പാടുകൾ അതുപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് ബോർഡ് ഒരിക്കലും വെള്ളം വെച്ച് ക്ലീൻ ചെയ്യരുത്. വിനീഗർ ആവുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ ഈർപ്പം പറ്റുന്നതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം മെയിൻ സ്വിച്ച് ഓഫാക്കിയതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുക. പഴയ സ്വിച്ച് ബോർഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു തുള്ളി വിനീഗർ ഉണ്ടെങ്കിൽ പുത്തനാക്കി എടുക്കാൻ പറ്റും. ഇതിന് പുറത്ത് പല്ലികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വിനീഗറിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് പല്ലി, പാറ്റയൊന്നും ഇതിനെ സ്വിച്ച് ബോർഡിനകത്തോട്ട് വരാനുള്ള സാധ്യതയില്ല. ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയുടെ ജാറിൽ പല സാധനങ്ങളും അരയ്ക്കുന്നതും പൊടിക്കുന്നതും കൊണ്ട്, പ്രത്യേകിച്ചിട്ട് നല്ല മസാലകളൊക്കെയാണ് പൊടിച്ചതെങ്കിൽ നല്ല രീതിയിൽ കുത്തുന്നൊരു ഫ്ലേവർ ഉണ്ടാവും. അത് കുറേ ദിവസങ്ങളോളം നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് വിനീഗർ ഉപയോഗിക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വിനീഗർ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിലൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റോളം മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കുത്തുന്ന മണം ഉണ്ടെങ്കിലും സെക്കൻഡുകൾ കൊണ്ട് മാറുന്നതാണ്. ഇനി എന്ത് വേണമെങ്കിലും നമുക്ക് അരയ്ക്കാനും പൊടിക്കാനും പറ്റും. കാരണം യാതൊരു ബാഡ് സ്മെല്ലും ഇതിനകത്ത് ഉണ്ടാവില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഫുഡ് സൂക്ഷിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഉറുമ്പ് ശല്യം, പ്രാണികളുടെ ശല്യങ്ങൾ, ഈച്ച, പല്ലി തുടങ്ങിയ ശല്യങ്ങൾ ഒഴിവാക്കാൻ കുറച്ച് വിനീഗർ ഒരു ബോട്ടിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശല്യം ഉണ്ടാവില്ല. ഫുഡ് വയ്ക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് ഉറുമ്പ് പൊടിയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് യാതൊരു ദോഷവും. അപ്പോൾ അത്രയും ഫ്ലേവർഫുള്ളായ ഒരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ നമ്മൾ 2 ദിവസം കഴിഞ്ഞ സമയത്ത് നമ്മൾക്ക് കറക്റ്റായിട്ട് അറിയണമെന്നില്ല. പക്ഷെ പ്രാണികൾക്ക് നല്ല രീതിയിൽ കുറേ ദിവസത്തോളം ഇതിൻ്റെ സ്മെല്ലുണ്ടാവും. വീണ്ടും ഇതുപോലെ ഒന്ന് വല്ലപ്പോൾ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതായത് വീട്ടമ്മമാർക്ക് ഏറ്റവും മെയിനായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഡെയിലി നമ്മൾ ചെയ്യേണ്ടി വരും. എന്ത് സാധനം കുക്ക് ചെയ്താലും ആദ്യം ആവുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെയാണ്. ഏതുതരം കറകളാണെങ്കിലും എണ്ണയുടെ പാടാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ രീതിയിൽ കറയാവും. പിന്നെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം മാറ്റാൻ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷെ നമുക്കൊരു തുണി എടുത്തിട്ട് ഇതൊന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര പഴക്കം ചെന്ന കറയും ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുന്ന നിങ്ങളെല്ലാവരും മറ്റുള്ള ടിപ്പുകൾ പരീക്ഷിക്കേണ്ട കാര്യമില്ല. ഒരു തുള്ളി വിനീഗർ ഉണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. കൂടാതെ ഉറുമ്പിൻ്റെ ശല്യമോ ഈച്ചയുടെ ശല്യമോ പാർട്ടിയുടെ ശല്യമോ ഒന്നും ഗ്യാസ് സ്റ്റവിനകത്തോട്ട് വരില്ല കേട്ടോ. അതാണ് വിനീഗറിൻ്റെ മെയിനായിട്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എത്ര ബാഡ് സ്മെല്ലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രാണികളുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ്. നല്ല രീതിയിൽ
സ്റ്റൗ വൃത്തിയായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള ഉള്ളിയൊക്കെ അരിയുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർ ഉള്ളി കട്ട് ചെയ്യുകയാണെങ്കിലും കണ്ണിൽ നിന്ന് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. അതിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കട്ട് ചെയ്യാൻ വെക്കുന്ന കത്തിയിൽ കുറച്ച് വിനീഗർ ഇതുപോലെ ഒന്ന് പുരട്ടിയതിന് ശേഷം നിങ്ങൾ ഉള്ളി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തുള്ളി കണ്ണീര് പോലും കണ്ണിൽ നിന്ന് വരില്ല കേട്ടോ. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്, പലർക്കും അറിയാവുന്നതാണ്. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ണരിയാതെ എത്ര കിലോ ഉള്ളി വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏറ്റവും കിച്ചണിൽ സൂക്ഷിക്കേണ്ട ഹൈജീനിക്കായിട്ട് വെക്കേണ്ട ഒരു സ്ഥലമാണ് കിച്ചണിലെ സിങ്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പാറ്റ മുട്ടയിടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമുക്ക് കുറച്ച് വിനീഗർ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ശേഷം വൈകിട്ട് ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ബാഡ് സ്മെല്ലും നമ്മുടെ സിങ്കിനകത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രാണികളുടെ ശല്യം വളരെ കുറവായിരിക്കും. ഫുള്ള് വിനീഗർ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പക്ഷേ എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വിനീഗർ മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചാണെങ്കിലും വിനീഗർ മാത്രമായിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എണ്ണിയാത്തീരത്ത് അത്ര ഉപയോഗങ്ങൾ ഉണ്ട്. ഇനിയും ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് വിനീഗർ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ വീഡിയോ ഞാനൊരു വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വിനീഗർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒരു ബോട്ടിൽ വിനീഗർ വാങ്ങി വയ്ക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.